നമസ്തേ ദോസ്ത്. ഇന്ന് ഞങ്ങൾ വന്നത് സപ്തശൃംഗിയിലാണ്. ഇത് മഹാരാഷ്ട്രയിലുള്ളൊരു വലിയൊരു അമ്പലമാണ്. ഇവിടെ വനിയിലാണ് ഇത് സ്ഥിതിയുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. പോണ വഴിയിലൊരു ഗണപതിൻ്റെ ഒരു കുഞ്ഞൊരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ കരുങ്ങന്മാരൊക്കെയും കളിക്കായിരുന്നു. ഇതാണ് പോണ വഴി. ഇവിടുന്ന് പോകാൻ നല്ല രസമാണ്. ഇത് മലമുകളിലുള്ളൊരു അമ്പലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല രസമുണ്ടാവും. നല്ല രസമാണ്. ഇത് പാർക്കിംഗ് ഏരിയയിൽ പോകുമ്പോൾ അവിടെ വലിയൊരു ശിവൻ്റെ മൂർത്തി ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം നിന്നു, കളിച്ചു, ഫോട്ടോസ് എടുത്തു. നല്ല രസമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിൻ്റെ കുറേ കളിച്ചു. അവിടെ ഞാനും കുറേ കളിച്ചു. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോകും കേട്ടോ. ഇവിടെ നിന്നാണ് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ അവിടെ റോപ്പ് വേന്നാണ് അമ്പലത്തേക്ക് പോവാം. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ പോവാം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും കൂടി പോയി. അത് കണ്ടോ, അതാണ് റോപ്പ് വേ. അവിടെ നിന്നാണ് നമ്മൾ ദേവീൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടുന്ന് പോയിട്ടാണ് റോപ്പ് വേക്ക് കയറുക. അപ്പോൾ ഞങ്ങൾ നടക്കുക. ഇതിൽ നിന്ന് കയറിയിട്ട് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ ദേവിക്ക് പ്രസാദം കൊണ്ടുപോകും. പ്രസാദം കൊണ്ടുപോയി ആൾക്കാർ അവിടെ ദേവീൻ്റെ അടുത്ത് പോയിട്ട് വെക്കും. പിന്നെ ഇവിടെ നിന്നാണ് റോപ്പ് വേക്ക് കയറുക. ഇതേ കണ്ടോ, ഇതാണ് വലിയ റോപ്പ് വേ ട്രെയിൻ. ഇവിടെ ഞങ്ങൾ കയറി കുറച്ച് കോണിപ്പടി കയറി എത്തി. ഇവിടേക്കാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി കളിക്കായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇത് ട്രെയിൻ സ്റ്റാർട്ടായി. കണ്ടോ, നല്ല വ്യൂ ആ മോളിൽ നിന്ന് അടിയിൽ നോക്കുമ്പോൾ. അവിടെ നിന്ന് കുറച്ച് ഇത് കണ്ടോ, അതാണ് കോണിപ്പടി. അവിടെ നിന്ന് ആൾക്കാർ പോകും. പണ്ടൊക്കെ ആൾക്കാർ അവിടെ നിന്നാണ് നടക്കാറ്. പക്ഷെ ഇപ്പോൾ ട്രെയിൻ വന്നപ്പോൾ എല്ലാവരും ഇല്ല കയറി. അവിടെ കുറച്ച് ആൾക്കാർ പോവുള്ളൂ. അവിടെ ഒരു 100-750 കോണിപ്പടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി ഞങ്ങൾ ദേവീൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് കണ്ടോ, ദേവി അവിടെ പൂജയൊക്കെ നടക്കുമായിരുന്നു. അപ്പം പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് തുറക്കും. പൂജയൊക്കെ കഴിഞ്ഞിട്ട് ദേവീനെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോക്കുമായിരുന്നു. നല്ല പൂജയായിരുന്നു അവിടെ. പിന്നെ എല്ലാവരും കുറേ പ്രാർത്ഥിച്ച് അവിടെ ദേവീനെ കാണിച്ചു. ഇപ്പോൾ ദേവീനെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കണ്ടോ, കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വരും. പിന്നെ ഞങ്ങൾ തിരിച്ചടിക്ക് പോകുമായിരുന്നു. അപ്പോൾ കണ്ടോ, ആദ്യം വരുമ്പോൾ രാവിലെ ആയിരുന്നു, ഇത്തിരി ഉച്ച പോലെ. പക്ഷെ ഇപ്പോൾ കണ്ടോ, രാത്രിയായി. പടിക്ക് പോകുമ്പോൾ നല്ല രസമുണ്ടാവും. ഇപ്പോൾ റോപ്പേന്ന് ഇറങ്ങുമ്പോൾ കണ്ടോ, എല്ലാവരും പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ കയറുമ്പോൾ ഇതാണ് കളിപ്പാട്ടങ്ങളുടെ ഭാഗം. ഞങ്ങളിവിടുന്ന് വേഗം ഓടി. എൻ്റെ അനിയത്തിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പോയതിന് ശേഷം കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, കുറേ ഇതുണ്ടാവും. താങ്ക് യു.